ഹലോ ഹലോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആണ്. പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും ആണെങ്കിൽ ക്വയറീസ് വരുന്നതിനകത്ത് വീണ്ടും വീണ്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ചേട്ടാ ഇൻഡസ്ട്രിയൽ നേഴ്സ് എന്താണ്, ഇൻഡസ്ട്രിയൽ നേഴ്സും ഒരു ഹോസ്പിറ്റൽ നേഴ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പറഞ്ഞു പോകണം. അപ്പം ഇൻഡസ്ട്രിയൽ നേഴ്സിന്റെ വർക്ക് കാര്യങ്ങൾ എന്താ, ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഇപ്പം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്ന ഏതൊരു കമ്പനിയാണോ ആ കമ്പനിക്ക് ഉള്ളിലുള്ള എംപ്ലോയീസിന്റെ ഹെൽത്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. പിന്നെ നമുക്ക് ഇപ്പം അവിടുന്ന് ആ ഒരു കമ്പനി, ഇപ്പം എൻ്റെ കമ്പനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ കമ്പനി എൻ്റെ കമ്പനി ആണെന്നെങ്കിൽ ഒരു ലേബേഴ്സിനെ സപ്ലൈ ചെയ്ത് ഒരു മറൈൻ ഡെവലപ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടേഷന്റെ വർക്കിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റിലോട്ട് വിടുകയാണ്. അപ്പൊ നമുക്ക് ആ സൈറ്റിൽ പോകണം. ആ സൈറ്റിൽ നമുക്കൊരു ക്യാബിൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ കാണുന്ന ഒരു ക്യാബിനാണ്. ഈ ക്യാബിനകത്ത് നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുമുണ്ട്. ഓക്കെ, നമ്മളിവിടെ വന്ന് നിന്നിട്ട് ഇനി നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാരെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പം നമ്മളാണ് മെയിൻ കോൺട്രാക്ടർ എങ്കിൽ നമ്മുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന പല കമ്പനിയിലെ ആൾക്കാർ കാണും. അതായത് പല സപ്ലൈക്ക് വന്നേക്കുന്ന ആൾക്കാർ കാണും. അവർ വേറെ പല കമ്പനിയിൽ നിന്ന് വന്നേക്കുന്നതായിരിക്കും. എന്നാൽ പോലും നമ്മുടെ സൈറ്റിൽ ഒരു ഇൻസിഡന്റ് നടന്നാൽ, സൈറ്റിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം നമ്മളായിരിക്കും. നമ്മുടെ കൈ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ അതിനെ റെഫർ ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് വിടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കുകയോ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് നമ്മുടെ പൊതുവേ ഉള്ള നമ്മുടെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കാണെന്നുണ്ടെങ്കിൽ റുട്ടീൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്തുകൊണ്ട് പോകണം. അപ്പൊ ആദ്യം തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു വർക്കർ സൈറ്റിൽ വരുമ്പോഴത്തേക്കിന് ഏതൊരു സൈറ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താലും അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡക്ഷൻ പരിപാടി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് സേഫ്റ്റി ഇൻഡക്ഷൻ എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പൊ ആ സേഫ്റ്റി ഇൻഡക്ഷൻ കഴിയുന്നതിന്റെ ആ ടൈമിൽ തന്നെയാണെന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. സേഫ്റ്റി ഇൻഡക്ഷൻ കഴിഞ്ഞ് വരുന്ന അതേ സമയത്ത് തന്നെയാണെന്നെങ്കിൽ നമ്മുടെ ഈ വരുന്ന എംപ്ലോയീസിനെ നേരെ ഇപ്പുറത്ത് കൊണ്ടുപോകുന്ന അവരുടെ ആണെന്നെങ്കിൽ വൈറ്റൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണെന്നെങ്കിൽ അവരുടെ BP നോക്കും, ഷുഗർ നോക്കും, അവരുടെ ഹാർട്ട് റേറ്റ് കാര്യം നോക്കും, സാച്ചുറേഷൻ നോക്കും, പിന്നെ അവരുടെ ഐസൈറ്റ് നോക്കും, അവരുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് നോക്കും, പിന്നെ ആണെന്നെങ്കിൽ എന്താ അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അവരെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചിലപ്പോൾ മറൈൻ ഡിവിഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സ് വരും. അപ്പോൾ അവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ്, അവരുടെ ബ്രത്ത് കൺട്രോൾ, ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഞാൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് പോകും. അപ്പം ഓരോ വട്ടം ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ എൻ്റർ ചെയ്ത് പോകും. അപ്പൊ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സൈറ്റിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മൊത്തം ഡീറ്റെയിൽസ് ഓൾറെഡി കാണും. അപ്പൊ അതിനകത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യും. ആരൊക്കെയാണ് കൂടുതൽ ഷുഗർ കൂടുതൽ വന്നത്, ആരൊക്കെയാണ് ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് ഹാർട്ട് റേറ്റ് കുറവായിട്ടുള്ളത്, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ഇവർക്കൊക്കെ ഫസ്റ്റ് ടൈം ആണോ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നത്, നേരത്തെ മെഡിസിൻ കഴിക്കുന്നവരാണോ അല്ലാത്തവരാണോ. മെഡിസിൻ കഴിക്കാത്തവരാണ് ആദ്യമായിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയെങ്കിൽ അവരെ നമ്മൾ സൈഡിൽ അനുവദിക്കത്തില്ല. അവരെ നമ്മൾ ഡോക്ടറുടെ റെഫർ ചെയ്യും. അവിടുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ള അവർ സൈഡിൽ അനുവദിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള മെഡിക്കേഷനും കാര്യങ്ങളും ഒന്നും അലവല്ല. അത് നമുക്ക് കൊടുക്കാൻ പോലും പെർമിഷൻ ഇല്ല. അപ്പൊ നമുക്കിവിടെ ഒരു ഡോക്ടറിന്റെ അസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെഡിസിൻ ഒന്നും കൊടുക്കാൻ പെർമിഷൻ ഇല്ല. അപ്പം നമ്മൾ അവരെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ വിടുന്നു. ഡോക്ടറിന്റെ അവിടുന്ന് അഡ്വൈസോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുവാണ്. ഓക്കെ, മെഡിസിൻ കഴിച്ചുകൊണ്ട് സൈഡിൽ വർക്ക് ചെയ്യാം. നമ്മൾ അലോ ചെയ്യുന്നു, സൈഡിൽ അവർ വർക്ക് ചെയ്യുന്നു. ആ ഒരു ഏരിയ പോകും. ഇനി ഈ കോമോബിഡിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഡിസീസ് കണ്ടീഷൻ ഉള്ളവരല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ എല്ലാ മാസവും നമ്മൾ മോണിറ്റർ ചെയ്യും. എല്ലാ മാസവും അവരെ നമ്മൾ വിളിക്കും. അവരെ വീണ്ടും അവരെ ചെക്ക് ചെയ്യും. അവർ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ടോ നോക്കും. മെഡിസിൻ എടുക്കുന്നുണ്ട്, എന്നിട്ട് അവരുടെ BP ഹൈ ആണ്, അങ്ങനെ നിൽക്കുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ അവരെ ഡോക്ടറൊക്കെ പറഞ്ഞു വിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തി അവരുടെ ടാബ്ലറ്റ് വേരിയേഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ടാബ്ലറ്റിന്റെ എന്താ ഡോസേജ് കൂട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഡോസ് ആക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്
ബട്ട് അവരെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കിയിട്ടേ ഉള്ളൂ നമുക്ക് സൈറ്റിലാണെങ്കിൽ വർക്കിന് വേണ്ടി വിടാൻ പറ്റത്തുള്ളൂ. കാരണം റിസ്ക് ആണ്, വർക്ക് അറ്റ് ഹൈറ്റ് ഉണ്ടായിരിക്കും, പിന്നെ എക്സ്കവേഷൻ ഇതിനകത്ത് വർക്ക് നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത് ഈ ഒരു സമയത്തൊന്നും നമുക്കതൊന്നും ഒരിക്കലും അത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ അടുത്ത ജോബ് റെസ്പോൺസിബിലിറ്റി, അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ പറഞ്ഞില്ലേ, അതായത് ഇൻഡസ്ട്രിയൽ നേഴ്സിന്റെ പറഞ്ഞു. അപ്പം ഒരു ഹോസ്പിറ്റൽ നേഴ്സിന്റെ എന്തായിരിക്കും? ഹോസ്പിറ്റൽ നേഴ്സിന്റെ ആണെന്നെങ്കിൽ എന്താണെന്ന് നമുക്കറിയാലോ. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. ആ ഡോക്ടർ എന്താണോ ഓർഡർ ചെയ്യുന്നത് അതിനെ ഫോളോ ചെയ്ത് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് മെയിൻ ആയിട്ട് നേഴ്സിനുള്ളത്. പിന്നെ ഹോസ്പിറ്റലിനകത്തുള്ള പ്രോട്ടോകോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് അവരെ ഇൻവെന്ററി ചെക്ക് ചെയ്യുക, എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് ഇത്. ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഇൻഡസ്ട്രിയൽ നേഴ്സിനെ പറ്റി അറിയാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ തമ്മിലുള്ളത്. ഇനി അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോബാക്ക് എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഡോക്ടറിന്റെ ഓർഡറാണ് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, അവരൊരു ഡോക്ടറിന്റെ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. ഡോക്ടറിന്റെ ഓർഡർ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഇടാനും ആരുമില്ല, നമുക്കാണെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ആരുമില്ല, എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പം നമുക്കാണ് ഒരു സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ 100-ന് മേളിലാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേളിലാണ്. ഇവർക്കൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കർ നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അവർക്ക് എന്താണ്, അവർക്ക് ചെസ്റ്റ് പെയിൻ ആണ്, അവരെ ഹോസ്പിറ്റലിൽ വിടണോ വേണ്ടയോ, അവർക്കാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കണോ, അവരെ സൈറ്റിൽ വിടണോ വേണ്ടയോ, വർക്ക് ചെയ്യാൻ പാടുണ്ടോ പാടില്ലയോ, ഇതൊക്കെയും നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവമുണ്ട്. അത്ര ഡിഫിക്കൽട്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫിക്കൽട്ടീസും ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ വീഡിയോസും പറഞ്ഞത്, എക്സ്പീരിയൻസ് ഇല്ലാതെ ഇൻഡസ്ട്രിയൽ നേഴ്സ് ആയിട്ട് വന്ന് കയറിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാര്യങ്ങൾ. ഓക്കെ, അപ്പം എന്തൊക്കെ പറഞ്ഞു, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഒരു ഇൻഡസ്ട്രിയൽ നേഴ്സിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വർക്കുണ്ടോ? എപ്പോഴും വർക്ക് വരത്തില്ല. അവർക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മാത്രം വർക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. എല്ലാപ്പോഴും വർക്ക് കാണത്തില്ല. ഇപ്പൊ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് തുടങ്ങി കുറച്ച് സമയത്തേക്ക് കാണത്തുള്ളൂ. കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും, അവരുടെ ഇൻഡക്ഷൻ കഴിഞ്ഞു അവരെ സൈറ്റിൽ പോകും. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ അന്നത്തെ ദിവസം വേറെ പരിപാടി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാലോ അല്ലെന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കേസ് വന്നാലോ മാത്രം നമുക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് പോയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുക്കേണ്ടതായിട്ട് പോകേണ്ടി വരും. നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി സൈറ്റിൽ പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം ഫുള്ള് ബിസി ആയിരിക്കും. ഫുള്ള് നമുക്ക് സൈറ്റിൽ പോകേണ്ടതായിട്ട് വരും, ബിസി ആയിരിക്കും. അല്ലാത്തപ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആണ്. പക്ഷെ ഒരു ഹോസ്പിറ്റൽ നേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ICU നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കസേര കാണാൻ വേണ്ടി പോലും സമയം കിടത്തില്ല. ഞാനൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കിന് നമ്മൾ കസേര ഒന്ന് ഇരിക്കാൻ വേണ്ടി കൊതിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഉറങ്ങുന്ന സമയമുണ്ട്. അപ്പം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരത്തില്ല എങ്ങനെയാണ്. ഞാൻ ഇവിടെ ദുബായിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് കാര്യം. പിന്നെ അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ പോകേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾക്കറിയാം, ഇവിടെ പുതിയതായിട്ടുള്ള ആൾക്കാരാകത്തില്ല, പഴയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറിയാൻ പറ്റും ദുബായിൽ ചൂട് എങ്ങനെയാണെന്നുള്ള കാര്യം അല്ലേ. നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ, ഇപ്പോൾ ഈ മാസം തുടങ്ങും, മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങൾ തൊട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി ചൂടുമായിരിക്കും. ആ സമയത്ത് നമുക്ക് നല്ല പണിയാണ്. നമുക്ക് നമ്മുടെ സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് ഒക്കെ നമ്മൾ എത്ര സേഫ്റ്റി അവയർനെസ് കൊടുത്താലും എന്തൊക്കെ എഡ്യൂക്കേഷൻസ് കൊടുത്തെന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് ചൂടിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആദ്യമായിട്ട് ദുബായ് വന്നിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അവരൊക്കെയും തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ വീഴുന്ന എവിടെയാണ്? ഈ ഇത്രയും ചൂടത്ത് സൈറ്റിലാണ് അവർ വീഴുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയേ പറ്റും. നമുക്ക് അവിടെ പോകണം, അവിടെ പോയിട്ട് അവരെ കാണണം. നമുക്ക് അവരെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള പൊസിഷൻസ് കൊടുത്ത് അവരെ ഒരു സൈഡിൽ മാറ്റണം. അവർ ചൂടത്താണെന്നുണ്ടെങ്കിൽ അവരെ AC സൈഡിലോട്ട് മാറ്റി അവരെ സെറ്റാക്കി എടുക്കുകയൊക്കെ എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വട്ടമാണ് അവിടെ പോകുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ഒരു വട്ടം ആയിരിക്കത്തില്ല, 3, 4, 5 വട്ടമൊക്കെ പോകേണ്ടത്. അപ്പം നമുക്ക് നമ്മളപ്പോൾ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഉറപ്പായിട്ടും വെയിലത്തിറങ്ങേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റൽ നേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന വെയിലത്തോട്ടൊന്നും ഇറങ്ങി അവർക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനകത്താണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ ഇല്ല. നമുക്കിവിടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡോക്ടറിന്റെ ഓർഡർ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടർ എഴുതി വെച്ചേക്കുന്ന മെഡിസിൻ കൊടുക്കുന്ന പോലെ നമുക്ക് ഡിസൈഡ് ചെയ്ത് നമുക്കൊരു മെഡിസിൻ കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു പെനഡോൾ ആയാൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ അതിനുള്ള പെർമിഷൻ ഇല്ല. നമുക്കാണെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായാൽ ഡ്രസ്സിങ് ചെയ്യാം. നമുക്കിവിടെ ഒരു ഫീവർ ആയിട്ടൊരു പേഷ്യന്റ് വന്ന് ടെമ്പറേച്ചർ കൂടുതലാണ്, നമുക്ക് കോൾഡ് സ്പഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് നേഴ്സിംഗ് കെയർ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ.
നമുക്ക് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ റെഫർ ചെയ്ത് പേഷ്യൻ്റാണെങ്കിൽ വേണ്ട ട്രീറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വിടാൻ പറ്റും. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജോബ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതായത് മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആയതുകൊണ്ട് മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇഞ്ചുറീസാണ്. ഇഞ്ചുറീസിനെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയണം. ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം, പേഷ്യൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം. ഒരു വർക്കറാണ്, സൈഡിൽ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത്, ചിലപ്പോൾ ഇഞ്ചുറിയിൽ അവരുടെ ഫിംഗർ വരെ കട്ടായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങോട്ട് ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്ക് സൈക്കോളജിക്കലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചുറി ആയിട്ട് വരുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം. അവർ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇഞ്ചുറി വേണ്ട സമയത്ത് അവിടെ ഉള്ള ഒരു തുണിയെല്ലാം എടുത്തിട്ട് പൊത്തിയിട്ടായിരിക്കും അവരിങ്ങോട്ട് നമുക്ക് മുമ്പോട്ട് കൂടെ വരുന്നത്. നമ്മൾ ആ തുണി ഓപ്പൺ ആക്കുമ്പോഴത്തേന് അവരെ അറിയും അവരുടെ കൈ പോയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യണം. അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് കുഴപ്പമില്ല റെഡി ആവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അവരെ റീഅഷ്വർ ചെയ്ത് അതൊക്കെ തുറന്നു നോക്കി നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിന് മേളിലാണ്, ഇത് ഡ്രസ്സിങ് നിൽക്കുന്നതല്ല, സൂച്ചറിങ്ങുള്ള സംഭവം ഉണ്ടെങ്കിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് ഡൗട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേളിൽ ടേപ്പ് ബാൻഡേഡ് ചെയ്ത് ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റുന്ന ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക. ഫ്രാക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ ഈ ഇതൊക്കെ ഫിംഗർ ഫ്രാക്ചറൊക്കെ വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ബാൻഡ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ചെയ്യാം. അപ്പം നമുക്ക് ഇപ്പം ഒരു ഫിംഗർ എന്നാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ചറാണ് നമുക്ക് തോന്നിയത്, ഫിംഗർ ഭയങ്കര വേദനയാണ്, നേരെ ആവുന്നില്ല. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ഫിംഗർ വെച്ചിട്ടാണെന്നെങ്കിൽ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ള് ബാൻഡേഡ് ചെയ്തി എന്നിട്ട് നമുക്കാണെങ്കിൽ പേഷ്യൻറ്റിനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ വിടാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് നമുക്ക് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടാം. അപ്പം അങ്ങനെയുള്ള ജോലികളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ. ഓക്കെ, ഇഞ്ചുറീസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടോ തോന്നുന്നില്ല, എല്ലാം ഞാൻ ഏകദേശം കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ.